ഇപ്പോൾ ഇടതുപക്ഷ കടുത്ത CPM-കാർ തന്നെ BJP-ക്ക് വോട്ട് ചെയ്ത് ശീലിച്ച് തുടങ്ങിയിട്ടുണ്ട് പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും. അത് വരുന്ന ആളുകളിൽ പൂർവാധികം ശക്തിയോടുകൂടി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ അണികളാണ് വരുന്നത്, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇടതുപക്ഷത്തിന്റെ വോട്ടർമാർ. പണ്ട് പറയുമായിരുന്നു അരിവാളി കുത്തിക്കഴിഞ്ഞാൽ അരിവാളിൽ മാത്രമേ കുത്താൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന പലർക്കും ഇന്ന് കാര്യഗൗരവം മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ബോധ്യം വരുന്നുണ്ട് യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ട്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരിന്ന് പലരും മാറ്റി വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അത് ചെറിയ നമ്പറൊന്നുമല്ല, വലിയ നമ്പർ തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2004 2009 2014 കിട്ടിക്കൊണ്ടിരുന്ന വോട്ടല്ലല്ലോ ഇന്ന് BJP-ക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ടർമാരും പുറത്തുനിന്ന് വന്ന ആൾക്കാരും അല്ല. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്നും UP-യിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത വോട്ടർമാരൊന്നും അല്ല. ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അത് കൈപ്പത്തിക്കും അരിവാളിനും ഒക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ടർമാർ തന്നെയാണ് മാറി BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. അത് ഇന്ന് വോട്ടർമാർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നേതാക്കൾ നമ്മളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. യുവരാജ് ഗോകുൽ, ഇവിടെ BJP-യിലേക്ക് നേതാക്കളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള പദ്ധതികൾ BJP നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ല. ശോഭ എന്ന് പറയുന്നുണ്ട്, ശോഭയ്ക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. കേന്ദ്ര നേതാക്കളുമായിട്ട് ഈ കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലേ BJP-യിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന മറ്റു പാർട്ടിയിലെ നേതാക്കളെ കേന്ദ്ര നേതാക്കളുമായി മുട്ടിച്ചു കൊടുക്കുന്ന ഒരു ചുമതല ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് EP ജയരാജനെ ഇങ്ങനെ കേന്ദ്ര നേതാക്കളുമായി സംസാരിക്കുന്നുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അത് ജാവദേക്കർ അല്ല, ജാവദേക്കറിന്റെ മുകളിലുള്ള നേതാവുമായിട്ട് അങ്ങനെ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവസാന സമയം പിന്മാറിയെന്ന്. നിങ്ങളുടെ ഒരു അജണ്ടയായിരുന്നോ ഈ സമയം ഈ വിവരം പുറത്തു വരണം എന്നുള്ളത്? അല്ല, നമുക്ക് അങ്ങനത്തെ അജണ്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പുറത്തു പറയാനുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം BJP കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. നമ്മളിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ വരുന്നുണ്ട്, ത്രിപുരയിലെയും ബംഗാളിലെയും CPM നേതാക്കൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മറ്റു പാർട്ടികളിലെ JDS-ലെ ആൾക്കാർ, JDS ഇപ്പോൾ നമ്മളുമായിട്ട് സഖ്യം ചേർന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ BJP-യിലേക്ക് വരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും ഇല്ല നിലവിൽ ഇന്ത്യയിൽ. മറ്റു പല സംസ്ഥാനങ്ങളുടെ അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മളത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ പറയുന്ന നേതാക്കൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യം ഉണ്ടാകുന്നത്. ചിലപ്പോൾ വ്യക്തിപരമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആശയപരമായ കാര്യമായിരിക്കും, മറ്റു വിഷയങ്ങളായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് പണ്ട് ട്രീറ്റ് ചെയ്തെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വെച്ചാൽ അദ്ദേഹം ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും വലിയ ഇൻസൾട്ടാണ് അന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിൽ നിന്നും ആ പറയുന്ന വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം നമ്മളിലേക്ക് വരും. അപ്പോൾ പക്ഷേ നമ്മൾ ഈ നമ്മളുമായിട്ട് ചർച്ച നടത്തുന്ന ആൾക്കാരുടെ പ്രൈവസിയെ നമ്മൾ അത്രയേറെ മാനിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇതുപോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്നയാൾ നമ്മളിലേക്ക് വരാൻ തയ്യാറെടുത്തിരുന്നു എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്ന മഞ്ജുഷ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്? ശോഭാ സുരേന്ദ്രൻ ഈ സൂചന നൽകിയിരുന്നുവല്ലോ, പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ്, അതും കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവ് BJP-യിലേക്ക് വരാൻ തയ്യാറായിരുന്നു, ഞാനതിന് മുൻകൈയെടുത്ത്. ഒരിക്കലും ആ വ്യക്തി ആരാണെന്ന് നമ്മൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് ഫോഴ്സ് ചെയ്തതാണ് ആ വിഷയം. അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ പോലൊരു ലീഡറെ അത്രയും ഫോഴ്സ്, അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, അവർക്കെതിരായിട്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹവുമായി ചർച്ച നടത്തിയത്, അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ഒരു സംശയം, താങ്കൾ ഈ ശോഭാ സുരേന്ദ്രൻ അന്ന് അങ്ങനെ പറയേണ്ടി വന്നു, ഇങ്ങനെ സൂചനയെങ്കിലും കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ദല്ലാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ജയരാജനുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒന്ന്, അനിൽ ആന്റണി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനുള്ള കുറെ ഫോട്ടോകൾ ദല്ലാൽ പുറത്തുവിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനുമായി നടത്തിയ ഭൂമി ഇടപാടിന്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു. അവിടെ ജയരാജന്റെ ഒരു സ്പേസ് ഇല്ലായിരുന്നു. പക്ഷേ ശോഭ പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആ സ്പേസ് സ്വയം ഉണ്ടാക്കുകയായിരുന്നു. ജയരാജൻ ഇങ്ങനെ ചർച്ച നടത്താൻ വന്നില്ല. ജയരാജൻ ഒരു പൊതുത്ത നേതാവ്. സൂചനകളെല്ലാം ആ രീതിയിലേക്ക് പിന്നീട് ചർച്ചകൾ വഴിമാറുകയും ചെയ്തു. അതാണ് ഇന്ന് കെ സുധാകരൻ അവസരം ഉണ്ടായി കൊടുത്തത്. അല്ല, അതിലേക്കാണ് മഞ്ജുഷയം വരുന്നത്. അതായത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ. ഇപ്പൊ TG നന്ദകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനുമായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിന് എന്ത് തരത്തിലാണ് അവർ അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? സ്വാഭാവികമായിട്ടും അവർക്കത് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, അവർ പറയാൻ ഫോഴ്സ്ഡ് ആയതാണ്. ഇത്തരം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് TG നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചർച്ച നടത്തേണ്ടുന്ന സാഹചര്യം വന്നത്. അത്തരത്തിൽ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിലാണ് ഈ പറയുന്ന മറ്റു പല വിഷയങ്ങളിലേക്ക്, ഭൂമി ഇടപാട് പോലുള്ള വിഷയങ്ങളൊക്കെ അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതാണെന്ന് അവർ പറയേണ്ടി വന്നതാണ്. അപ്പോൾ അല്ലാണ്ട് ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളുമായിട്ട് ചർച്ച നടത്തിയ ഒരു വ്യക്തിയുടെ പ്രൈവസി എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് അവരത് പറഞ്ഞതല്ല എന്നാണ് ഞാൻ അങ്ങനെ ചർച്ചയെ നടന്നിട്ടുണ്ടാവില്ല. ഇല്ല, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. വെറുതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിഷയം കൊണ്ടിടുകയായിരുന്നു എന്നാണ്. അല്ല, അരുൺ അങ്ങനെ പലതും പറയാം. അരുൺ ഇപ്പോൾ വന്നിരുന്നിട്ട് കുറെ ബേറ്റുകൾ ഇടുന്നുണ്ടല്ലോ. അതായത് എന്താണ്, അരുൺ ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ CPM-ന്റെ ഒരു ഉന്നത നേതാവ് BJP-യുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വിഷയത്തിൽ നിന്ന് ചർച്ച അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, കേന്ദ്ര
ഭരണത്തെക്കുറിച്ച് കുറെ വിമർശിച്ചു പറഞ്ഞു, എന്നിട്ട് സംസ്ഥാന ഭരണത്തിനെ കുറെ പുകഴ്ത്തി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം എന്തിനാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അതിന്റെ പുറകെ പോകണം. അവിടെ ചർച്ച വിഷയം മാറ്റി അതിലേക്ക് പോകണം. എന്തായാലും തൽക്കാലം അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിഷയം ഇവിടെ എന്താണല്ലോ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ പോകാം. അതിലേക്ക് നമുക്ക് എത്രയോ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. കേരളത്തിന്റെ കടമെടുക്കുന്ന പരിധി ആയിരുന്നാലും കേരളത്തിന്റെ മറ്റു വിഷയങ്ങളായിരുന്നാലും ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളോ ഭരണ പരാജയങ്ങളോ എന്തുകൊണ്ടുമായിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ വിഷയം ഇവിടെ ചർച്ച ചെയ്തല്ലേ, നമുക്കപ്പോൾ ഈ വിഷയത്തിൽ നിൽക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, പക്ഷേ ഈ ശ്രമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഒന്നും വിജയം കണ്ടിട്ടില്ല ഇപ്പോൾ. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 100 പേരോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 5 പേരായിരിക്കും തയ്യാറാവുക. ബാക്കി 95 പേര് പിന്നീട് കാലാവധി കഴിഞ്ഞപ്പോൾ നമ്മൾ 2014 സംസാരിക്കുന്ന സമയത്ത് എത്ര പേര് ചേരാൻ തയ്യാറായിട്ടുണ്ടാവും? അവരിൽ പലരും ഇപ്പം 2016 ചേരുന്നുണ്ടോ, 17 ചേരുന്നുണ്ടോ, 20 ചേരുന്നുണ്ടോ? ഇപ്പോൾ 2024 ചേർന്നിരിക്കുന്നവരോട് 2024 ജനുവരി 1 ചർച്ച നടത്തിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് അവരുമായിട്ട് ടോക്കിലുണ്ടാവും. അതൊക്കെ മുമ്പോട്ട് അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അത്തരം സാധ്യതകളെ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുന്നതിനകത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയെ വളരെയധികം മാനിച്ച് തന്നെയാണ് അത്തരം വിഷയങ്ങളിൽ മുമ്പോട്ട് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂറത്തിലെ വിഷയം ശ്രീ അരുൺകുമാർ പറഞ്ഞു. അരുൺകുമാറിനോട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തവണ സൂറത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നോട്ടയ്ക്ക് 0.99% വോട്ട്, നിങ്ങൾക്ക് 0.54% വോട്ടായിരുന്നു ഇടതുപക്ഷത്തിനോട് ഉണ്ടായിരുന്നത്. CPM അല്ല, CPIക്കാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തവണ നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. എന്തുകൊണ്ടാണ് നിർത്താതിരുന്നത്? BJP കാശ് എന്നതുകൊണ്ടാണ് നിർത്താത്തതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരാൻ പോകുന്നത്? ഇന്ത്യ സഖ്യമല്ലായിരുന്നു അവരെ സഖ്യം അവിടെ ഗുജറാത്തിൽ എന്ത് സഖ്യമാണ്? ഗുജറാത്തിൽ ഇപ്പൊ പഞ്ചാബിലോട്ട് അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. CPM CPI ഒക്കെ പഞ്ചാബിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നാണ് ഇന്ന് വാർത്ത വരുന്നത് ഞാൻ കണ്ടത്. അപ്പൊ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ ഇത്തരത്തില് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ കാശ് കൊടുത്തിട്ടൊന്നുമല്ല ഒരാളെയും ഇങ്ങനെ എന്താണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ഒരാളാണ്. അയാളുടെ നോമിനേഷൻ പിൻവലിക്കപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് അയാൾ പിന്നീടുണ്ടായ ഒരു പ്രോസസ്സിൽ അയാൾ BJPയിലേക്ക് ചേരുന്നു അല്ലെങ്കിൽ ചേരാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ സീറ്റുകളിൽ എതിരില്ലാതെ ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ പ്രോപ്പറായിട്ട് നോമിനേഷൻ പോലും കൊടുക്കാൻ സമ്മതിക്കാത്ത തലത്തിൽ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കൊണ്ടുവന്നിട്ട് BJP ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊരു വലിയ ശരികേടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിലേക്ക് നല്ല എണ്ണം പറഞ്ഞ നേതാക്കൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അനിൽ ആന്റണി വന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പത്മജ അവർ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, CPMന്റെ എത്രയോ നേതാക്കൾ വന്നിട്ടുണ്ട്. CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ BJPയിലേക്ക് വരികയും BJP ടിക്കറ്റ് നിന്ന് മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPക്ക് നേതൃതലത്തിൽ നിങ്ങൾ ഒരു സ്പർശനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും തന്നെ താഴെത്തട്ടിൽ അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. ഇപ്പൊ ശബരിമല വിഷയം വരുമ്പോൾ തന്നെയും എത്രയോ അണികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ BJPയിലേക്ക് വരികയും BJPക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇടതുപക്ഷ കടുത്ത CPMകാർ തന്നെ BJPക്ക് വോട്ട് ചെയ്ത് ശീലിച്ച് തുടങ്ങിയിട്ടുണ്ട് പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും. അത് വരുന്ന ആളുകളിൽ പൂർവാധികം ശക്തിയോടുകൂടി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നിപ്പോ അണികളാണ് വരുന്നത്, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇടതുപക്ഷത്തിന്റെ വോട്ടർമാർ. പണ്ട് പറയുമായിരുന്നു അരിവാളി കുത്തിക്കഴിഞ്ഞാൽ അരിവാളിൽ മാത്രമേ കുത്താൻ പറ്റുള്ളൂ. അങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന പലർക്കും ഇന്ന് കാര്യഗൗരവം മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ബോധ്യം വരുന്നുണ്ട് യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരിന്ന് പലരും മാറ്റി വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അത് ചെറിയ നമ്പറൊന്നുമല്ല, വലിയ നമ്പർ തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2004 2009 2014 കിട്ടിക്കൊണ്ടിരുന്ന വോട്ടല്ലല്ലോ ഇന്ന് BJPക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ടർമാരും പുറത്തുനിന്ന് വന്ന ആൾക്കാരും അല്ല. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്നും UP നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത വോട്ടർമാരൊന്നും അല്ല. ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അത് കൈപ്പത്തിക്കും അരിവാളിനും ഒക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ടർമാർ തന്നെയാണ് മാറി BJPക്ക് വോട്ട് ചെയ്യുന്നത്. അത് ഇന്ന് വോട്ടർമാർ വോട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നാളെ നേതാക്കൾ നമ്മളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. BJPയിലേക്ക് ആളെ കിട്ടുന്നതിന് വേണ്ടി ഈ ദല്ലാൾമാരുടെ സഹായം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? നേതാക്കളെ എവിടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുക? അവർക്കിപ്പോ ബന്ധം ദല്ലാളുമാരായിട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദല്ലാളുമാരാണല്ലോ അവരുടെ കാര്യവുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നല്ലോ. ഇപ്പൊ ഈ പറയുന്ന ദല്ലാള് ഈ പറയുന്ന EP ജയരാജന് BJPയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ദല്ലാളിനോട് നല്ല സംസാരിക്കേണ്ടി വരിക. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദല്ലാൾ മുഖാന്തരം നിങ്ങൾ EP സംദേശം നൽകുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അത് ദല്ലാള് പറയുന്നതല്ല, അദ്ദേഹം പറയുന്നത് നന്ദകുമാർ പറയുന്നതാണ്. ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിന് മാത്രമേ എനിക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം TJ നന്ദകുമാർ എന്താണ് ഇങ്ങനെ ഒരാൾക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ കാണുന്നത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ അവിടെ വെച്ചാണ് കാണുന്നത്. ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന TJ നന്ദകുമാറാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2019 BJPക്ക് ശബരിമല വിഷയം കാരണം 15% വോട്ട് കിട്ടി എന്നാണ് പറയുന്നത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 15% മുകളിൽ വോട്ട് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അരുൺകുമാറിന്റെ കണക്കില്ലേ. 2016 പ്രത്യേകിച്ച് ഒരു ശബരിമല വികാരവും ഇല്ലാതിരുന്ന സമയത്തും BJPക്ക് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. അരുൺകുമാർ കണ്ടിട്ടില്ലേ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2-3% വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ അരുൺകുമാർ, 35 വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്ക് എത്രയാണ് ഇപ്പോൾ വോട്ട് ശതമാനം എന്ന് പറയാമോ? 35 വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്ക് ഇപ്പോൾ
7% വോട്ട്. താങ്കൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ബംഗാൾ 35 വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്ക് ഇന്നുള്ളതിന്റെ ഇരട്ടി വലിപ്പമുള്ള പാർട്ടിയാണ് കേരളത്തിൽ പോലും. അതായത് ഇന്ത്യയിലെ ഏറ്റവും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർബലമായി നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നിങ്ങൾ 35 വർഷം ഭരിച്ച സംസ്ഥാനത്തുള്ളതിന്റെ ഇരട്ടി വലിപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, താങ്കൾ ഈ പെട്രോൾ വിലയുടെ കാര്യം പറഞ്ഞു. ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് കേന്ദ്രം പെട്രോളിന്റെ നികുതിയായിട്ട് വാങ്ങിക്കുന്നത് 19 രൂപ മാത്രമാണ്. 30 രൂപയ്ക്ക് മുകളിൽ നികുതിയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരാണ്. നിങ്ങൾ അതങ്ങ് കുറച്ചാൽ തന്നെ വലിയ തോതിൽ കേരളത്തിലെ പെട്രോളിന് വില കുറയും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം പെട്രോളിന് രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അത് താങ്കൾ മറന്ന് സംസാരിക്കരുത്. ഒന്ന്. രണ്ട് അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചോട്ട് പറയാം. മഞ്ജുഷ അങ്ങനെ പോലെ അദ്ദേഹത്തിന്റെ ധാർമ്മിക രോഷം കൊണ്ടതാണ് അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാനൊന്ന് മറുപടി അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ താങ്ങുവിലയെ കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ 2023 ഒരു വാർത്ത താങ്കൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരാം. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൂട്ടി കേരളം കുറച്ചു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അത്ര വലിയ കർഷക സ്നേഹവും താങ്ങുവില സ്നേഹവും ആണെന്നുണ്ടെങ്കിൽ കേന്ദ്രം കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് 5-6 രൂപ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾ കുറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വലിയ കർഷക സ്നേഹമൊന്നും കേരളത്തിൽ ഇരുന്നോട്ട് പറയരുതേ അരുകുമാറെ. പിന്നെ 2016 നിങ്ങൾ അധികാരത്തിൽ വരുന്ന കറണ്ട് വെള്ളത്തിന്റെ ബില്ല് ിരിക്കുന്നത് ഒരു വീട് വെക്കണം, 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര മടങ്ങാണ് നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്? 1, 2, 3, 4 അതോ 100 എത്ര മടങ്ങാണ് നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്? പോട്ടെ, ഒരു വാടക വീട് എടുക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് മുദ്രപത്രം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇന്ന് 500 രൂപയാണ്. 5 മടങ്ങാണ് നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അതിനൊക്കെ ഉത്തരം പറയും. നിങ്ങൾ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, അയ്യോ രാജ്യത്തിനെ തിരിച്ചു കുടിച്ചുകൂടെ, ജനങ്ങൾക്ക് ജീവിക്കാൻ നരകമായിട്ടൊരു സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അത് പിണറായി അദ്ദേഹത്തിന്റെ യുവരാജ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭരണം നിലനിർത്തുവാൻ വേണ്ടി ഒരു സീറ്റ് 2 സീറ്റായാൽ പോലും വലിയ വിജയമാണെന്ന് അരുൺകുമാറെ കെ ബാലൻ പറഞ്ഞതാണ് ശരി. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ ചിഹ്നം വല്ല മരപ്പട്ടിയോ ഈനാം പേച്ചോ ആയിരിക്കും, അരിവാൾ ചുറ്റി ഉണ്ടാവില്ല. അല്ല, ഇതേ ഭരണം തുടരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഇപ്പോൾ ജയരാജൻ ജാവദേക്കറുമായി നടത്തിയിട്ടുണ്ട്. അല്ല, അത് ജയരാജൻ അല്ലല്ലോ പറയുന്നത്, TG നന്ദകുമാർ അല്ലേ പറയുന്നത്. TG നന്ദകുമാർ പറയുന്നതിനകത്ത് ഞങ്ങൾ എങ്ങനെയാണ് ശരിയാണെന്ന് പറയുക? അത് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് BJPയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചർച്ച മാത്രമാണ് EP ജയരാജനുമായിട്ട് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ CPM ഡിസോൺ ചെയ്യുന്നത് ശോഭയുടെ വാക്കുകളാണ്, നിങ്ങൾ ദല്ലാളിന്റെ വാക്കുകളും ഡിസോൺ ചെയ്യുന്നു. അല്ല, അവർ ദല്ലാളുടെ വാക്കുകൾ അവർ ഓൺ ചെയ്യുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചർച്ച നടത്താമല്ലോ. അവർ ദല്ലാളുടെ വാക്ക് അവർ ഓൺ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ലീഡറാണ്. ശോഭാ സുരേന്ദ്രൻ എന്താണോ പറയുന്നത് അത് മാത്രമേ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശോഭാ സുരേന്ദ്രനോട് അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത് ശ്രീ EP ജയരാജന് BJPയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വാട്സാപ്പ് ചാറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിക്ക് ഉള്ള ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എവിഡൻസ് വെച്ചിട്ടാണ് അവരത് സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഓൺ ചെയ്യാൻ സാധിക്കൂ.